കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഭാസ്കരന്റെ ആദ്യത്തെ ഭാര്യയിലുണ്ടായ മക്കളാണ് സുഭാഷും ഹരീഷും സുധീഷൊക്കെ. ഭാര്യ മരിച്ചു പോയതിനു ശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്ത്രീയെയും കൂട്ടിക്കൊണ്ടാണ് ഭാസ്കരൻ പണ്ട് വീട്ടിലേക്ക് വന്നത്. ആ സ്ത്രീയുടെ മകനായിരുന്നു നികേഷ്. ഈ ഒരു ഞെട്ടിക്കുന്ന സത്യം ഇപ്പോൾ ഭാസ്കരന്റെ വായിൽ നിന്ന് തന്നെ കേട്ട് നികേഷൊക്കെ ആകെ തകർന്ന് വീടിന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നികേഷിനെ ഇത്രത്തോളം തളർത്തിയ ആ ഒരു സത്യം തിരിച്ചറിഞ്ഞ നിധി എന്തായാലും നികേഷിന്റെ പെറ്റമ്മയെ കണ്ടെത്തണമെന്ന് ഉറപ്പിക്കും. ഈ കാര്യം അവൾ സുധീഷിനോടും ഗൗരവത്തിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം സുധീഷ് വഴിയിൽ വെച്ച് യാദൃശ്ചികമായി നികേഷിന്റെ അമ്മയെ കാണും. അവർ വിടാതെ അവരെ ഫോളോ ചെയ്തു പോകുന്നുണ്ട്. തുടർന്ന് തൻ്റെ ഇപ്പോഴത്തെ ഭർത്താവുമായി വലിയ വഴക്കുണ്ടാക്കി നിൽക്കുന്ന നികേഷിന്റെ അമ്മയാണ് സുധീഷ് കാണുന്നത്. അവർ താമസിക്കുന്ന വീട് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം സുധീഷ് വേഗം നിധിയുടെ ഫോണിലേക്ക് വിളിച്ച് നികേഷിന്റെ അമ്മയെ കണ്ടെത്തിയ ആ ഒരു വിവരം പറയും. സുധീഷ് അവരോട് സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നിധി, ഞാൻ അവരോട് ഇപ്പോൾ സംസാരിക്കാനൊന്നും പോയിട്ടില്ല എന്ന് പറയും. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പോയിട്ട് അവരെ കാണാമെന്ന് പറയും. ഉടനെ സുധീഷ് ഹരീഷിനെയും സുഭാഷിനെയും ഫോണിലേക്ക് വിളിച്ച് നികേഷിന്റെ അമ്മയെ കണ്ടെത്തിയ കാര്യം അറിയിച്ചു. ഈ വിവരം അറിഞ്ഞാൽ നികേഷ് വല്ലാതെ സന്തോഷിക്കുമെന്നും സുധീഷ് പറയുന്നുണ്ട്. ഇത് കേട്ട് അന്തം വിട്ട് നിൽക്കായിരിക്കും സുഭാഷും ഹരീഷൊക്കെ. നികേഷിന്റെ അമ്മ ഇപ്പോഴും ഈ ലോകത്ത് ജീവനോടെ ഉണ്ടോ എന്ന് അവർ അത്ഭുതത്തോട് ചോദിക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ, അവരിപ്പോഴും ജീവനോടെയുണ്ട്. ഞാൻ അവരെ നേരിട്ട് കണ്ടതാണല്ലോ. അവരിതാ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. അവരുടെ വീടിൻ്റെ അരികിലുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഫോണിൽ സംസാരിക്കുന്നത് എന്ന് പറയും. എങ്ങനെയെങ്കിലും ഞാനും നിധിയുടെ കൂടെ അവരോടൊന്ന് സംസാരിച്ചിട്ട് അവരെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്നും പറയും. പക്ഷേ നികേഷിനോടിപ്പോൾ ഈ ഒരു കാര്യം പറയണ്ട എന്നും സുധീഷ് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നും നീ എങ്ങനെയാണ് അവരെ പെട്ടെന്ന് കണ്ടെത്തിയതെന്നും സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് എല്ലാം വിശദീകരിക്കുന്നുണ്ട്. 2 ദിവസം മുൻപ് നിധി നികേഷിൻ്റെ അമ്മയും കൂടി എവിടെയോ വെച്ച് കണ്ടിരുന്നു. നിധി പണ്ട് ഫോട്ടോസിൽ നികേഷിൻ്റെ അമ്മയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവരാണ് എന്ന് അവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. ആ ഒരു കാര്യം നിധി എന്നോട് പറയുകയും ചെയ്തു. അവരെന്ന് അന്വേഷിക്കാം, എന്നെ പറഞ്ഞു വിടുമായിരുന്നു എന്ന് പറയും. എന്തായാലും ഞങ്ങൾ നികേഷിൻ്റെ അമ്മയെ കൂട്ടി വീട്ടിലേക്ക് വരുമെന്ന് സുധീഷ് അവർക്ക് ഉറപ്പ് കൊടുക്കാണ്. ഇത് കേട്ട് സുഭാഷ് ആകെ സന്തോഷത്തിലായി. പിന്നീട് നിധിയെ കൂട്ടി നികേഷിൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് സുധീഷ്. ആ സമയം നികേഷിൻ്റെ അമ്മയുടെ ഇപ്പോഴത്തെ ഭർത്താവ് അവരോടിങ്ങനെ ആക്രോശിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നീ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ നിന്നെ തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും. നീ ജോലി ചെയ്യുന്നിടത്ത് പോയി കുറച്ച് ദിവസങ്ങൾ നിൽക്കാൻ അയാൾ പറയുന്നുണ്ട്. ഇത് കേട്ട് നികേഷിൻ്റെ അമ്മ സങ്കടത്തോടെ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ എന്നെ വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എവിടെയും പോയിട്ട് താമസിക്കാനൊന്നും പറ്റില്ലല്ലോ. പറ്റില്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടത്തിന് എവിടേക്കാന്ന് വെച്ചാൽ പൊയ്ക്കേ എന്നൊക്കെ പറഞ്ഞ് അയാൾ ബാഗും എടുത്ത് അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവാണ്. അയ്യോ, എന്നെ ഇങ്ങനെ ഒറ്റക്കാക്കി പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് നികേഷിൻ്റെ അമ്മ ഇങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്തിന് അയാൾ അവരെ അങ്ങ് തള്ളി മാറ്റിയിട്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോയി. തുടർന്ന് വീടിൻ്റെ പുറത്തിരുന്ന് ഇങ്ങനെ വിതുമ്പിക്കൊണ്ട് കരയായിരിക്കും നികേഷിൻ്റെ അമ്മ. ഈ സമയത്തിന് സുധീഷും നിധിയും അങ്ങോട്ടേക്ക് വരികയും അവരെ സൂക്ഷിച്ച് നോക്കുകയും ചെയ്യുന്നു. സുധീഷ് പറയുന്നുണ്ട്, നിധി ദാ ഇതാണ് നികേഷിൻ്റെ അമ്മ എന്ന്. നിധി പറയുന്നത്, അതെ, അവരെ പോലെ തന്നെയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന നികേഷിന്റെ അമ്മയുടെ അരികിലേക്ക് ചെന്നുകൊണ്ടതിനെ നിധി പതുക്കെ അമ്മയെന്ന് വിളിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി തന്നെ അവർ ചോദിക്കുന്നുണ്ട്, എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന്. നിങ്ങൾ നികേഷിന്റെ അമ്മയല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ അവർ അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട്, നികേഷോ, അതാരായെന്ന്. സുധീഷ് ഉടനെ തന്നെ നിധിയോട് ആ ഒരു ഫോട്ടോ കാണിക്കാൻ പറയും. നിധി തൻ്റെ ഫോണിൽ നികേഷിൻ്റെ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആരാണിത്? എനിക്ക് ഈ പയ്യനെയൊന്നും അറിയില്ലല്ലോ. സത്യത്തിൽ നിങ്ങൾ ആരാണ്? പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിച്ചാലെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഗൗരവത്തിൽ തന്നെ സംസാരിക്കും. സുധീഷ് പറയുന്നുണ്ട്, അമ്മക്കൊരു പക്ഷേ നികേഷിനെ ഓർമ്മ കാണില്ലായിരിക്കും, പക്ഷേ ഭാസ്കരനെ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അവർ ആകങ്ങനെ ഞെട്ടിയിട്ട് ടെൻഷനാവുകയാണ്. അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, എന്ത്, ഭാസ്കരനോ? സുധീഷ് പറയുന്നത്, അതെ, ലോറി ഡ്രൈവർ ഭാസ്കരൻ. അയാൾ നിങ്ങൾക്കറിയില്ലേ? നിധി അപ്പം തന്നെ ഭാസ്കരൻ്റെ ഫോട്ടോയും കാണിച്ചു കൊടുത്തു. നികേഷിൻ്റെ അമ്മ വല്ലാതെ അങ്ങനെ ഭയന്ന് നിൽക്കുന്ന സമയത്തിന് നിധി ചോദിക്കുന്നുണ്ട്, ഇതാണ് ഭാസ്കരൻ, നിങ്ങൾക്ക് ഇയാളെ അറിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ആരാണ്? നമുക്കൊന്ന് അകത്തിരുന്ന് സംസാരിക്കാമോ എന്ന് നിധി ചോദിക്കുമ്പോൾ അവർ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ നികേഷിൻ്റെ അമ്മ നിധിയും സുധീഷിനെയും കൂട്ടി വീടിനകത്തേക്ക് പോയി. അവർ പറയുന്നുണ്ട്, നിങ്ങളിരിക്ക്, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയാണ് നിധി. അന്നേരം അവർ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ എന്നെ അന്വേഷിച്ച് വന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് സുധീഷ് പറയുന്നുണ്ട്, നികേഷ് നിങ്ങളുടെ മകനല്ലേ, നിങ്ങൾ കുറച്ചു കാലം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഒപ്പം ജീവിച്ചിട്ടുണ്ട്. ഞാൻ സുധീഷ്, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും.
നീ ഭാസ്കരൻ്റെ രണ്ടാമത്തെ മകനല്ലേന്ന് തിരിച്ചു ചോദിക്കാണ് അവര്. സുധീഷ് സന്തോഷത്തോടെ പറയുന്നത്, അതേ അമ്മേ, എനിക്കൊരു ചേട്ടനുണ്ട് സുഭാഷ്, എൻ്റെ അനുജൻ ഹരീഷ്, പിന്നെ ഒരു അനുജനും കൂടിയുണ്ട്, അമ്മയുടെ സ്വന്തം മകൻ നികേഷ്. അമ്മ അവിടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ആകെ 4-5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതും അവിടെ താമസിച്ചതൊക്കെ മങ്ങിയ രീതിയിൽ തന്നെ ചെറുതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്നേരം അവർ ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം കഴിഞ്ഞിട്ട് എന്തിനാ ഇപ്പം എന്നെ തിരിഞ്ഞിങ്ങോട്ടേക്ക് വന്നത് എന്ന്. അന്നേരം നിധി ചോദിക്കുന്നുണ്ട്, അമ്മ ഈ തിരുവനന്തപുരത്ത് തന്നെയാണ് ഇത്രയും കാലം താമസിച്ചത്, എന്നിട്ടും എന്താ അമ്മ സ്വന്തം മകനെ കാണാൻ വരാത്തത്? അവൻ അമ്മയുടെ മകനല്ലേ, അവനെ ഒന്ന് കാണണമെന്ന് അമ്മക്ക് തോന്നിയിട്ടില്ലേ? സുധീഷ് പറയുന്നുണ്ട്, അമ്മ ജീവനോടെയുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു അമ്മേ. കുറച്ചു നാൾക്ക് മുമ്പാണ് നികേഷ് ആ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞത്. ഞങ്ങളുടെ അമ്മയും നികേഷിൻ്റെ അമ്മയും രണ്ടാണ് എന്ന സത്യം. അന്നു മുതൽ അവൻ അമ്മയെക്കുറിച്ച് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ ജീവനോടെ ഉണ്ടോ, എവിടെയാണെന്നൊക്കെ അവൻ എപ്പോഴും ചോദിക്കും. നിധി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കെന്തിനാ നികേഷിനെ കാണാൻ ഒട്ടും തോന്നാത്തത്? അമ്മ നികേഷിനെ വിട്ടിട്ട് പോയ അതേ വീട്ടിൽ തന്നെ ഇപ്പോഴും അവനുണ്ട്. അവനെ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് കാണേണ്ടേ അമ്മക്ക്? നികേഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, അതൊരു വലിയ കഥയാണ് മോളെ. നിധി പറയുന്നുണ്ട്, അതൊക്കെ എന്തു ആവട്ടെ, അമ്മയുടെ മകനല്ലേ നികേഷ്, അവനെ ഒരു തവണയെങ്കിലും അമ്മ ഒന്ന് വന്ന് കാണണം. അമ്മ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ പിന്നെ അമ്മയെന്ന് വിളിച്ചിട്ട് അമ്മയുടെ സ്നേഹം കൊണ്ട് മൂടും. അന്നേരം നികേഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ അന്നത്തെ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്കതൊന്നും തന്നെ മനസ്സിലാവില്ല മോളെ. അവനിപ്പോൾ സുഖമായിട്ടിരിക്കുന്നോ? അവൻ എന്താ പഠിക്കുന്നത് എന്നൊക്കെ അവർ ചോദിച്ചു. അവൻ ഡിഗ്രി സെക്കൻഡ് ഇയറാണ് പഠിക്കുന്നത് എന്ന് നിധി പറയാണ്. അവൻ്റെ ഫോട്ടോ ഒന്നുകൂടി ഒന്ന് കാണിക്കാമോ എന്ന് അവർ ചോദിക്കുമ്പോൾ നിധി സന്തോഷത്തോടു കൂടി തന്നെ നികേഷിൻ്റെ ആ ഒരു ഫോട്ടോ ഫോണിലങ്ങ് കാണിച്ചു കൊടുക്കും. ഫോൺ വാങ്ങി സൂം ചെയ്ത് നോക്കിക്കൊണ്ട് തന്നെ കണ്ണ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി തന്നെ അവർ പറയുന്നുണ്ട്, എൻ്റെ മോൻ ഒരുപാടങ്ങ് വളർന്നു പോയല്ലേ. ഞാൻ അവനെ കാണുമ്പോൾ അവൻ വെറും ഒരു പൈതലായിരുന്നു. നിധി പറയുന്നുണ്ട്, വീണ്ടും ചോദിക്കുന്നത് കൊണ്ട് എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അമ്മക്ക് നികേഷിനെ കാണണമെന്ന് എന്താ പിന്നെ തോന്നാഞ്ഞത്? അന്നേരം അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ ആഗ്രഹിച്ച ഉടനെ എല്ലാം നടത്തിത്തരാൻ പറ്റുമോ മോളെ? എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയാണോ? എൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പോരാട്ടമാണ്. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ എനിക്ക് എവിടുന്നാ നേരം? അന്നേരം നിധി ചോദിക്കുന്നുണ്ട്, അമ്മക്ക് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ എന്ന്. എന്ത്, എവിടേക്ക് വരണമെന്നാ നിങ്ങൾ ഈ പറയുന്നത് എന്ന് അവർ ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലേക്ക് എന്ന്. നികേഷ് അമ്മയെ കണ്ട ആകെ സന്തോഷമായിരിക്കും. ഇത് കേട്ട് സുധീഷിനെ ഒന്ന് നോക്കിയിട്ടുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, അച്ഛൻ സുഖമായിട്ടിരിക്കുന്നോ മോനെ എന്ന്. കുഴപ്പമൊന്നുമില്ല എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, സുധീഷിൻ്റെ അച്ഛന് അമ്മ എവിടെയാണെന്നറിയോ എന്ന്. ആർക്കറിയാം? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത്? ഞാൻ എവിടെയുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? നിധി പറയുന്നുണ്ട്, ഞാൻ സുധീഷിൻ്റെ വൈഫാണ് അമ്മേ. ഞാൻ ഒരിക്കൽ അമ്മയെ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. 2 പ്രാവശ്യം ഞാൻ അമ്മയെ അവിചാരിതമായിട്ട് റോഡിൽ വെച്ച് കണ്ടു. അത് നികേഷിൻ്റെ അമ്മയാണെന്ന് എനിക്ക് തോന്നി. ഞാനത് സുധീഷിനോട് പറയുകയും ചെയ്തു. സുധീഷ് വീട് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അമ്മയുടെ അടുത്തെത്തിയതാണെന്ന് പറയും. അമ്മ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാത്തത് എന്നുള്ള കാരണം ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ വരാമല്ലോ. അമ്മയെ കണ്ടാൽ നികേഷ് വല്ലാതെ സന്തോഷിക്കും. ഞങ്ങളുടെ കൂടെ വരാമോ അമ്മേ? അമ്മക്ക് വരുന്നതിന് വേറെ ആരോടെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നിധി തിരക്കി. തൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സങ്കടത്തിൽ നിൽക്കുന്ന അവർ പറയുന്നുണ്ട്, ഈ വീട്ടിലിപ്പോൾ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. അമ്മ ഞങ്ങളോടൊപ്പം വരുമോ എന്ന് നിധി വീണ്ടും ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോയാലും എന്നെ അന്വേഷിച്ച് വരാൻ ഇപ്പോൾ ആരുമില്ല. എനിക്ക് വേറെ ഒന്നും ചെയ്യാനുമില്ല. നീ വന്ന് എൻ്റെ മകനെ കാണാനായി വിളിക്കുന്നു. അവൻ എന്നെ അന്വേഷിക്കുന്നുണ്ടെന്നും പറയുന്നു. അവനെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായില്ലേ മോനെ? ശരിയായ സമയത്ത് തന്നെയാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യും, എവിടെ പോകുമെന്ന് ആലോചിച്ച് നിൽക്കുമായിരുന്നു. എൻ്റെ മകൻ തന്നെ എനിക്കൊരു വഴി കാണിച്ചു തന്നു. അവനെ കാണാനല്ലേ എന്നെ കൊണ്ടുപോകുമെന്ന് പറയുന്നത്. ഞാൻ വരാതിരിക്കുമോ? ഞാൻ വരാം മക്കളെ, ബാഗും ഡ്രസ്സൊക്കെ എടുത്തു വെക്കട്ടെ എന്നൊക്കെ പറയും. ഞാനിപ്പോൾ തന്നെ നിങ്ങളുടെ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ അവർ നേരെ അകത്തേക്ക് പോകുന്നത്. നിധിയും സുധീഷും ഭയങ്കര സന്തോഷത്തിൽ തന്നെ അവരവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. തുടർന്ന് വീട്ടിലേക്ക് വന്ന സുഭാഷും ഹരീഷും നികേഷിൻ്റെ അമ്മ വരുന്നതിൻ്റെ ആവേശത്തിലായിരിക്കും. നികേഷിൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ട് തന്നെ നിധിയും സുധീഷും ഉടനെ തന്നെ എത്തുമെന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഇത് കേട്ട് ഒട്ടും തന്നെ വിശ്വസിക്കാനാവാതെ നിൽക്കുമായിരിക്കും ഹരീഷ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ആ അമ്മയെ കാണാൻ പോകുന്നതെന്ന് സുഭാഷ് പറയും. ഈ സമയം അവിടേക്ക് വന്ന നികേഷ് ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരുടെയും മുഖത്ത് ഇത്ര വല്ലാത്ത സന്തോഷമെന്ന്. സന്തോഷമുണ്ട് നികേഷെ, നിന്നെ കാണാൻ ദാ ഒരാൾ വരുന്നുണ്ട് എന്ന് സുഭാഷ് സന്തോഷത്തോടെ പറഞ്ഞു. എന്ത്, എന്നെ കാണാനോ? അതാരാ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട്, നീ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുത്തു വെക്കാമെന്ന് പറയാണ് സുഭാഷ്. സംശയത്തോടു കൂടെ തന്നെ നികേഷ് അകത്തേക്ക് പോയി. പിന്നീട് നികേഷിൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ട് കാറിൽ അങ്ങ് വീട്ടിലേക്ക് സുധീഷും നിധിയും കൂടി വരികയാണ്. നിധി ചോദിക്കുന്നുണ്ട്, അമ്മ പോയിട്ട് 1-2 വർഷമല്ലേ ആയിട്ടുള്ളൂ എന്ന്.
ഒരുപാട് വർഷങ്ങളായി. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരു നിമിഷം പോലും അമ്മക്ക് മകനെ കാണാനൊന്നും തോന്നിയില്ലേ? അമ്മ ഇത്രയും കാലം ഈ നഗരത്തിൽ തന്നെ ഉണ്ടായിട്ടും മകനെ കാണാൻ ശ്രമിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. നികേഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, മോളുടെ ചോദ്യത്തിനൊന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ മറുപടിയില്ല. എൻ്റെ അന്നത്തെ സാഹചര്യം അതായി പോയി മോളെ. അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുമില്ല. അന്നേരം നിധി ചോദിക്കുന്നുണ്ട്, അമ്മയുടെ നാട് തിരുവനന്തപുരം തന്നെയല്ലേ എന്ന്. അല്ല, എൻ്റെ നാട് ശരിക്കും ഗുജറാത്താണ്. ഇവിടെ വന്നിട്ട് എത്ര നാളായി എന്ന് ചോദിക്കുമ്പോൾ 18-19 വർഷമായി എന്ന് പറയും. അന്നേരം സുധീഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ വീട് വിട്ടു പോയത് എന്ന്. അച്ഛനുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടാണോ എന്ന് ചോദിക്കും. ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് അവർ പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്നെ ഓർമ്മയില്ലേ? ഞാൻ ഭാസ്കരൻ്റെ രണ്ടാമത്തെ മകനാണെന്ന് പറയും. അപ്പോഴേക്കും നിധി ചോദിക്കുന്നുണ്ട്, എത്ര കാലം അമ്മ ആ വീട്ടിലുണ്ടായിരുന്നു എന്ന്. ഒരു 6 മാസം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നികേഷിനെ ഇട്ടിട്ട് പോകുമ്പോൾ അവന് 1.5-2 വയസ്സേ കാണൂ. അവൻ ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ അവിടെ വിട്ടിട്ട് പോകുന്നത്. ഞാൻ വിചാരിച്ചതുപോലെ അവനിപ്പോൾ സന്തോഷമായിട്ട് കഴിയല്ലേ. പിന്നെ എനിക്ക് വേറെ എന്ത് വേണമെന്നൊക്കെ അവരെങ്ങനെ സന്തോഷത്തോടെ പറയാണ്. അന്നേരം നിധി പറയുന്നുണ്ട്, നികേഷ് അമ്മയെ ഒരുപാടധികം മിസ് ചെയ്യുന്നുണ്ട് അമ്മേ. അമ്മയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് അമ്മ ജീവനോടെ ഉണ്ടോ, എവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ ഞങ്ങളോട് എപ്പോഴും ചോദിക്കുമായിരുന്നു. ഇത് കേട്ട് നികേഷിൻ്റെ അമ്മ മൗനമായിരുന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി അവർ സുധീഷിനോട് ചോദിക്കും. 8 മാസമായി എന്ന് മറുപടി നൽകുകയാണ്. സുഭാഷിൻ്റെ കല്യാണം കഴിഞ്ഞോ എന്ന് അവർ ചോദിക്കുമ്പോൾ ഇല്ല എന്നും തങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നു എന്നും സുഭാഷ് ഏട്ടനെ പെണ്ണ് നോക്കുന്നുണ്ട് എന്നും സുധീഷ് പറഞ്ഞു. നിധി മനസ്സിൽ വിചാരിക്കുന്നത്, ഇവരെ പറ്റി എന്ത് ചോദിച്ചാലും ഇവർ മറുപടി പറയാനൊക്കെ മടിക്കുവാണല്ലോ. എല്ലാം ഒന്ന് ഒഴിഞ്ഞു മാറുന്നത് തോന്നി. തുടർന്ന് പാട്ടും പാടി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ മുറ്റത്തിരിക്കുമായിരിക്കും ഭാസ്കരൻ. നികേഷിൻ്റെ അമ്മ വരുന്നത് കാത്തിരിക്കാണ് സുഭാഷും ഹരീഷും. നികേഷ് അകത്തിരുന്ന് ഫോണിൽ ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാസ്കരൻ സുഭാഷിനെയും ഹരീഷിനെയും ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് വന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന്. ആരെങ്കിലും കാത്തിരിക്കാണോ? ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം നിധിയും സുധീഷും വരും. അവർക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണെന്ന് സുഭാഷ് മറുപടി പറഞ്ഞു. അതെന്താ ഇപ്പോൾ ഇത്ര പുതുമ? അവരെപ്പോഴും വരുന്നതല്ലേ. അതിന് എന്തിനാണ് നിങ്ങളിങ്ങനെ കാത്തു നിൽക്കുന്നത് എന്ന് നികേഷ് ചോദിച്ചപ്പോൾ അവർ വരുമ്പോൾ നീ കണ്ടോ എന്തിനാണ് ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുന്നത് എന്ന് മാത്രം സുഭാഷ് പറഞ്ഞു. നിനക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സർപ്രൈസ് ഉണ്ട് എന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷും അത് ശരിവെച്ചു. നീ കുറച്ചു നേരം കൂടി ഇവിടെ വെയിറ്റ് ചെയ്യ്, നിന്റെ സർപ്രൈസ് ഇതാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഹരീഷ് പറയും. ഈ സമയത്തന്നെ കാറിൽ അങ്ങോട്ടേക്ക് സുധീഷും നിധിയും നികേഷിൻ്റെ അമ്മയുമായിട്ട് അങ്ങ് എത്തുകയാണ്. ഭാസ്കരൻ ആ ഒരു കാറിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരുന്നു. എവിടെ മോളെ എന്ന് ആവേശത്തോടെ ചോദിച്ചു സുഭാഷ് അരികിലേക്ക് ചെന്നു. നിധി പറയുന്നുണ്ട്, അവർ വണ്ടിയിലുണ്ട് എന്ന്. സുഭാഷ് കാറിൻ്റെ ഡോറ് തുറന്നു കൊടുക്കുമ്പോൾ നികേഷിൻ്റെ അമ്മ പതുക്കെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവരെ കണ്ട് അക്ഷരാർത്ഥത്തിൽ അങ്ങ് ഞെട്ടി വിശ്വസിക്കാതെ അങ്ങനെ തറഞ്ഞു നിൽക്കുമായിരിക്കും നികേഷ്. നികേഷിൻ്റെ അമ്മയും നികേഷിനെ തന്നെ ഇങ്ങനെ ഇമ വെട്ടാതെ നോക്കി നിൽക്കുന്നു. ഭാസ്കരൻ പണ്ട് നികേഷിൻ്റെ അമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊണ്ട് പറഞ്ഞത് നികേഷിൻ്റെ അമ്മ ഓർമ്മയിൽ വന്നു. അവളാ നിന്റെ അമ്മ, നിന്നെ പ്രസവിച്ചവൾ. തുടർന്ന് ഭാസ്കരൻ നികേഷിൻ്റെ അമ്മയെ കണ്ട് ആകെ ഇങ്ങനെ ഷോക്കായിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. കണ്ണ് നിറഞ്ഞു നിന്ന് നികേഷിൻ്റെ മനസ്സിൽ അമ്മയെന്നൊരു വിളി വിളിക്കുന്നു. അമ്മ നികേഷിനെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് പതുക്കെ അരികിലേക്ക് വരികയാണ്. നിധി പറയുന്നുണ്ട്, നീ എപ്പോഴും ചോദിക്കാറില്ലേ നിന്റെ അമ്മ എവിടെയാണെന്ന്. നിന്റെ അമ്മ നിന്നെ തേടി വന്നിരിക്കുന്നു എന്ന് പറയും. എല്ലാവരും കണ്ണ് നിറഞ്ഞിങ്ങനെ സന്തോഷത്തോടു കൂടെ തന്നെ ആ ഒരു കാഴ്ച നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഭാസ്കരനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ വല്ലാതെ അങ്ങനെ നിൽക്കുമായിരിക്കും. നിധി പറയുന്നുണ്ട്, നിനക്ക് നിന്റെ അമ്മയെ ഒരുപാടധികം ഇഷ്ടമല്ലേ, വാടാ എന്ന് പറഞ്ഞ് നികേഷിനെയും കൂട്ടി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ആ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ മകൻ്റെ അടുത്തേക്ക് അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. മോനെ നികേഷേ എന്നൊക്കെ പറഞ്ഞ് അവർ സ്നേഹത്തോട് മകനെ അങ്ങ് കെട്ടിപ്പിടിച്ച് തലോടി. നികേഷ് കണ്ണു നിറഞ്ഞ് അമ്മയെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവർ അവൻ്റെ നെറുകയിൽ അങ്ങ് ചുംബിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും വലിയ ആളായ മോനെ എന്ന്. ഭാസ്കരൻ ദേഷ്യം സഹിക്കാനാവാതെ കയ്യിൽ കിട്ടിയതെടുത്ത് ദൂരത്തേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. നികേഷിൻ്റെ അമ്മ പേടിച്ച് നികേഷിൻ്റെ കയ്യിൽ അങ്ങ് മുറുകെ പിടിച്ചു. എല്ലാവരും ഭാസ്കരനെ നോക്കി നിൽക്കുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ആരാണ് ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന്. എന്നിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, എന്തിനാണ് നീ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത്? സുഭാഷ് അച്ഛ എന്ന് വിളിച്ചിട്ട് ശാന്തനാക്കാൻ നോക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്തിനാണ് അവരോട് ഇങ്ങനെ തട്ടിക്കയറുന്നത് എന്ന്, എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ. അമ്മയും കൂട്ടിച്ച് ഇങ്ങോട്ടേക്ക് വന്ന അച്ഛൻ സന്തോഷിക്കുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളിത് ചെയ്തത്, അല്ലാതെ അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് നിധി. ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, സന്തോഷിക്കാനായിട്ട് ഇപ്പോൾ എന്താ ഇവിടെ നടന്നത്? നികേഷിൻ്റെ അമ്മ ചോദിക്കുന്നത്, ഇനിയും എന്നോടുള്ള ദേഷ്യം നിങ്ങൾക്കിപ്പോഴും മാറിയില്ലേ, നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കും. ഭാസ്കരൻ പറയുന്നുണ്ട്, നിർത്തടി നിൻ്റെ ഈ നാടകം, ഒന്നും എൻ്റെ മുന്നിലൊന്നും വേണ്ട എന്ന് പറയും. ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷം നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത് എന്ന് നിധി വീണ്ടും ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, നീയാണല്ലോ ഇവിടെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്.
എന്തായാലും വലിയ കാര്യമായി പോയി. ഇപ്പൊ നീ എന്തിനാ ഇവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? അന്നേരം അച്ഛൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഇവളെ പറ്റിയിട്ട് നിങ്ങൾക്കൊന്നും അറിയില്ലടാ. ഇവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് നിങ്ങളൊക്കെ അനുഭവിക്കും, അത്രേ എനിക്ക് പറയാനുള്ളൂ. അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചു നിൽക്കുകയാണ് നികേഷ്. ഭാസ്കരൻ പറയുന്നുണ്ട്, എൻ്റെ വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ വയ്യല്ലോ, എങ്കിൽ നിങ്ങൾ ഇനി അനുഭവിച്ചോളൂ. ഇവളെ ഈ വീട്ടിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് അനുഭവിക്കുമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ പറഞ്ഞ് ഭാസ്കരൻ ദേഷ്യപ്പെട്ട് മുറ്റത്ത് നിന്നങ്ങ് ഇറങ്ങിപ്പോവാണ്. സുധീഷ് പറയുന്നുണ്ട്, അമ്മേ അയാളെ പറ്റിയിട്ട് അറിയാലോ, അമ്മ വെറുതെ വിഷമിക്കൊന്നും വേണ്ട. നികേഷെ, അമ്മയും കൂട്ടിയിട്ട് നീ അകത്തേക്ക് വായോ എന്ന് പറയും. നിനക്ക് സന്തോഷമായില്ലേടാ എന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് കണ്ണു നിറഞ്ഞ് ചിരിച്ചു കൊണ്ട് തന്നെ തലയാട്ടി. വാ നമുക്ക് അകത്തേക്ക് പോവാമെന്ന് പറഞ്ഞ് നികേഷ് അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് അങ്ങ് നടന്നു പോവാണ്. തുടർന്ന് നികേഷും അമ്മയും ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ കരയുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, കരഞ്ഞതൊക്കെ മതിയടാ നികേഷ്, ഇപ്പം നിന്റെ അമ്മ നിന്റെ കൂടെയില്ലേ, ഇനി നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്ക്. നിങ്ങൾക്കിപ്പോൾ സമാധാനമായെന്ന് ചോദിക്കുമ്പോൾ സന്തോഷമായി എന്ന് അവൻ പുഞ്ചിരിയോടെ പറഞ്ഞ് തലയാട്ടാണ്. നികേഷിൻ്റെ കവിളിൽ തലയോടിക്കൊണ്ടതിന് അമ്മ പറയുന്നുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ മോനെ കാണുന്നത്, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അവിടേക്ക് വന്ന് സുഭാഷ് പറയുന്നുണ്ട്, അമ്മേ നമുക്ക് എല്ലാവർക്കും കൂടെ ഭക്ഷണം കഴിക്കാം, എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയും. സുഭാഷേ മോനെ, നിങ്ങളെ എല്ലാവരെയും എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. അന്ന് കാണുമ്പോൾ നിങ്ങളെല്ലാവരും ചെറിയ പിള്ളേരായിരുന്നു, ഇപ്പോൾ ദാ മുതിർന്ന് വലിയ പയ്യന്മാരായി. ഇത് ഹരീഷ് അല്ലേ എന്ന് അവർ ചോദിക്കും. അതേ എന്ന് ഹരീഷ് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ഹരീഷിനെ ഞാൻ കാണുമ്പോൾ തീരെ കൊച്ചായിരുന്നു, മുഖമൊക്കെ ഒരുപാട് മാറിപ്പോയി. അന്ന് കാണുമ്പോൾ ഒരു പെൺകുട്ടികളെ പോലെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആളെ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്ന സമയത്തിന് സുധീഷ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അമ്മ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു. ഹരീഷ് ഉടനെ സുധീഷിനെ നോക്കി. അമ്മ പറയുന്നുണ്ട്, അന്നൊക്കെ എന്നോട് നന്നായി സംസാരിച്ചിരുന്നത് ഈ സുഭാഷ് ആയിരുന്നു, എനിക്ക് തമിഴ് അറിയില്ലായിരുന്നു, ഞാൻ എന്തൊക്കെയോ പറയുമായിരുന്നു, അത് കേട്ട് മോൻ എങ്ങനെയൊക്കെ തലയാട്ടുമായിരുന്നു. സുഭാഷ് പറയുന്നുണ്ട്, അമ്മ പറയുമ്പോഴാണ് എനിക്കതെല്ലാം തന്നെ ഓർമ്മ വരുന്നത്. അമ്മ എന്തിനാണമ്മേ ഇത്രയും കാലം നികേഷിനെ കാണാൻ വരാതിരുന്നത് എന്ന് സുഭാഷ് ചോദിച്ചു. സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, വരുന്ന വഴിയിൽ ഞങ്ങൾ ആ ഒരു ചോദ്യം ഒത്തിരി വട്ടം ചോദിച്ചു, പക്ഷേ അമ്മ ഒന്നിനും തന്നെ മറുപടി നൽകിയില്ല എന്ന് പറയും. അമ്മക്ക് നമ്മുടെ വീടറിയാമായിരുന്നല്ലോ, നികേഷിനെ കാണാൻ ഒരിക്കലെങ്കിലും അമ്മക്ക് വരാമായിരുന്നു. അമ്മ എന്തിനാ ഞങ്ങളെ വിട്ടിട്ട് പോയത്? ഞങ്ങൾക്കതിനെക്കുറിച്ചിട്ട് ഒന്നും അറിയില്ല അമ്മേ. അച്ഛനോട് ചോദിച്ചാൽ അച്ഛനൊന്നും പറയില്ല. ഞങ്ങളൊന്ന് കൊച്ചു കുട്ടികളല്ലേ, ഒന്നും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥ. നാട്ടുകാർ ഓരോന്നും പറയുന്നുണ്ടായിരുന്നു, അതിലെന്താണ് സത്യമെന്ന് അറിയാത്ത ഒരുപാട് വർഷങ്ങൾ അങ്ങനെ പോയി. അമ്മ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് എല്ലാം പറഞ്ഞു കൊടുത്തു. സുഭാഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അമ്മയും നികേഷും കണ്ണു നിറഞ്ഞിങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ്. ഹരീഷ് പറയുന്നുണ്ട്, കൂടെയുള്ള ആൾ സമ്മതിച്ച് കാണില്ല എന്ന്. അത് കേട്ടപ്പോൾ സുധീഷും തലയാട്ടി. നികേഷ് കരയുന്ന സമയത്തിന് അമ്മ അവനെ തലോടിക്കൊണ്ട് പറയുന്നുണ്ട്, മോനെ നീ ഇനി കരയണ്ട, ദാ ഞാൻ വന്നില്ലേ, എനിക്കറിയാമായിരുന്നു ഇവരൊക്കെ നിന്നെ നന്നായിട്ട് നോക്കുമെന്ന്. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ അന്ന് പോയത്. ഇത് കേട്ട് സ്നേഹത്തോടെ നികേഷിൻ്റെ അമ്മയെ നോക്കുകയാണ് സുഭാഷും സുധീഷും ഹരീഷൊക്കെ. അമ്മ കണ്ണു നിറഞ്ഞ് മകനെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും മനസ്സിൽ പുതിയൊരു പ്രതീക്ഷയുടെ വെളിച്ചം പരക്കുകയാണ്. ഭാസ്കരൻ അങ്ങനെ ഇറങ്ങിപ്പോയതോടുകൂടെ വീട്ടിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നുവെങ്കിലും നികേഷിൻ്റെ അമ്മയുടെയും സാമീപ്യം ആ ഒരു വീടിന് പുതിയ ഉണർവ് തന്നെ നൽകി. നിധി അടുക്കളയിൽ പോയിച്ച് എല്ലാവർക്കും ചായയും പലഹാരങ്ങളൊക്കെ എടുത്തു. അമ്മയെ ഇനി പഴയ കാര്യങ്ങളോർത്ത് വിഷമിക്കൊന്നും വേണ്ട, എല്ലാം നല്ലതിനായിരിക്കുമെന്ന് പറഞ്ഞ് നിധി അവരെ സമാധാനിപ്പിച്ചു. രാത്രി ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ഹാളിൽ ഒത്തുകൂടി. നികേഷ് അമ്മയുടെ അരികിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് സുഭാഷ് ആ ഒരു പഴയ ചോദ്യം വീണ്ടും ചോദിച്ചത്. അമ്മേ, അച്ഛൻ എന്തിനാണ് ഇത്രയും അധികം ദേഷ്യപ്പെടുന്നത്? അമ്മ പോയതിൽ പിന്നെ അച്ഛൻ ഒരാളോടും ഇത്ര കാലം സംസാരിച്ചിട്ടില്ല. അമ്മയ്ക്ക് എന്തിനാണെന്ന് ആ വീട് വിട്ട് പോവേണ്ടി വന്നത് എന്ന് ചോദിക്കും. നികേഷിൻ്റെ അമ്മ പതുക്കെ തലയുയർത്തി അവരുടെ കണ്ണുകളിൽ ഒരു കനൽ മിന്നി. ഭാസ്കരേട്ടൻ ഒരു നല്ല മനുഷ്യനായിരുന്നു, പക്ഷേ ആ സ്ത്രീ. നികേഷിൻ്റെ അച്ഛൻ്റെ മരണശേഷം എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് എത്തിയ ഭാസ്കരേട്ടൻ്റെ സ്നേഹം കണ്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ ഭാസ്കരേട്ടൻ്റെ അകന്ന ബന്ധുവായ ഒരു സ്ത്രീ, ഞാൻ അവിടെ വരുന്നത് ഇഷ്ടമില്ലായിരുന്നു. അവർ ഭാസ്കരേട്ടൻ്റെ മനസ്സിൽ വിഷം കുത്തി നിറച്ചു. നികേഷ് ഭാസ്കരേട്ടൻ്റെ മകനല്ല എന്ന സത്യം അവർ വല്ലാതെ പറഞ്ഞിങ്ങനെ വളച്ചൊടിച്ചു. അവസാനം നികേഷിനെ അവിടെ വിട്ടിട്ട് പോയാൽ മാത്രമേ അവിടെ സുരക്ഷിതമായി കഴിയാൻ പറ്റൂ എന്ന് എനിക്ക് തോന്നി. അവൻ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പട്ടിണിയാവുമെന്ന് ഞാൻ ഭയന്നു. ഇത് കേട്ടപ്പോൾ നികേഷിൻ്റെ ഉള്ളിലൊരു പശ്ചാത്താപം തോന്നി. തൻ്റെ അമ്മ തന്നെ ഉപേക്ഷിച്ചതല്ല, മറിച്ച് തൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ബലി കൊടുത്തതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പക്ഷേ അമ്മേ, അച്ഛൻ ഇത്രയും കാലം ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഹരീഷ് ചോദിക്കാണ്. ഭാസ്കരേട്ടന് അഭിമാനം കൂടുതലാണ് മോനെ. ഞാൻ പോയത് അദ്ദേഹത്തെ ചതിച്ചിട്ടാണെന്ന് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അന്ന് ആ സ്ത്രീ ഉണ്ടാക്കിയ കള്ളക്കഥകൾ അദ്ദേഹം വിശ്വസിച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ ഭാസ്കരൻ തിരിച്ചു വന്നു. ചന്ദ്രോദയം പോലെ മനോഹരമായൊരു പ്രഭാതമായിരുന്നു അത്. നികേഷും അമ്മയും മുറ്റത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് നിന്നു.
നികേഷ് ഓടിച്ചെന്ന് ഭാസ്കരൻ്റെ കൈ പിടിച്ചു. അച്ഛ, അമ്മയോട് ക്ഷമിക്കണം. അമ്മ നമ്മളെ ഒരിക്കലും ചതിച്ചതല്ല, അമ്മക്ക് പോവേണ്ടി വന്നതാണെന്ന് പറയും. ഭാസ്കരൻ നികേഷിൻ്റെ അമ്മയൊന്ന് നോക്കി. ആ നോട്ടത്തിൽ പഴയ ദേഷ്യം പതിയെ അലിയുന്നത് എല്ലാവരും കണ്ടു. നീ ഇത്രയും കാലം എവിടെയായിരുന്നു? ഭാസ്കരൻ്റെ ശബ്ദമിടറി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഭാസ്കരേട്ട. നിങ്ങളെയും മോനെയും ഒന്ന് കാണാൻ കൊതിക്കാത്ത ഒരു ദിവസം പോലും കടന്നു പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ വിധി എന്നെ തളച്ചിട്ടു. ഭാസ്കരൻ ഒന്നും വേണ്ടാതെ അകത്തേക്ക് നടന്നു. പക്ഷേ പോകുന്നതിന് മുൻപ് അദ്ദേഹം പറയുന്നുണ്ട്, മുറിയിൽ കിടക്കുന്ന എൻ്റെ പഴയ ലോറി ഒന്ന് കഴുകി വൃത്തിയാക്കണം. നാളെ നമുക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിലേക്ക് പോകണമെന്ന് പറയും. ആ വാക്കുകൾ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഭാസ്കരൻ്റെ മനസ്സ് തുറക്കപ്പെട്ടിരുന്നു. നികേഷ് അമ്മയുടെ കൈ പിടിച്ചു. സുഭാഷും സുധീഷും ഹരീഷും നിധിയൊക്കെ പരസ്പരം നോക്കി ചിരിച്ചു. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ തന്നെയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.